പൊറോട്ട ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. മലയാളികൾക്ക് പൊതുവെ മറ്റേതൊരു ഫുഡിനേക്കാളും ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഈ പൊറോട്ടയോടാണ്. കൂടെ നല്ല അടിപൊളി ബീഫ് റോസ്റ്റും കൂടി ഉണ്ടെങ്കിൽ പറയാനില്ല. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെ ലെയറായി നല്ല നൂല് പോലത്തെ കിടുക്കാച്ചയായിട്ടുള്ള പൊറോട്ട. അപ്പോൾ ആര്യാടെ ഫ്രം ആര്യസ് ഫിംഗർ ടിപ്സ്. നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി അളവൊന്നുമില്ല, കുറച്ച് മൈദ ഞാനൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് ഒരു മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 10 പൊറോട്ട ഉണ്ടാക്കുന്ന അളവാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ മുട്ട നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പാൽ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാൽ, റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കേട്ടോ, ഒഴിച്ചിട്ട് നമുക്ക് പൊടിയൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് പാൽ മതി, പോരാത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. പൊറോട്ടയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഴക്കുന്ന സമയത്താണ്. നല്ലതുപോലെ പൊറോട്ടയുടെ മാവ് കുഴഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പൊറോട്ട സോഫ്റ്റ് ആവില്ല കേട്ടോ. കഴിക്കാൻ കുറച്ച് ഹാർഡും ബുദ്ധിമുട്ടും ആകും. തണുത്ത് കഴിയുമ്പോഴേക്കും റബ്ബർ പോലെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എപ്പോഴും നമ്മൾ കുഴക്കുന്ന സമയത്ത് പാത്രം തെന്നിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ മാവ് കുഴക്കുമ്പോൾ ഇതുപോലെ വലിച്ച് നീട്ടി കുഴക്കണം, എന്നാലേ ഉള്ളിലുള്ള മാവുകൾക്ക് നല്ലതുപോലെ മയം കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മളിതുവരെ ഇതിനകത്തേക്ക് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി ഇവിടെ മുതൽ അങ്ങോട്ട് ഓയിലിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഓയിലിന് പകരം ഡാൽഡ, നല്ല നെയ്യ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനിപ്പോൾ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും സോഫ്റ്റ് ആകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിനകത്തേക്ക് ഈ മാവാക്കിയതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഓയിൽ പാത്രത്തിലും മാവിലും എല്ലാ ഭാഗത്തേക്കും ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നനഞ്ഞ തോർത്തോ അല്ലെങ്കിൽ നനഞ്ഞ തുണികളോ ഉപയോഗിച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ഇട്ട് അടച്ച് മാറ്റി വെച്ചാലും മതി. ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് ഇട്ടിട്ടാണ് മൂടി വെക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു മാവ് എന്ന് പറയുന്നത് 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, വിരലിങ്ങനെ തൊടുമ്പോൾ തന്നെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു പരുവത്തിൽ നമുക്ക് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. ഇനിയും നമ്മൾ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് വലിച്ച് നീട്ടി കുഴക്കുക. ഒരുപാട് നേരം ഒന്നും കുഴക്കണ്ട, കുറച്ച് നേരം ഒന്ന് കുഴച്ചാൽ മതി. ഇനി ഈ മാവ് ഞാൻ 2 ആക്കി ഭാഗിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ പതുക്കെ ഇതുപോലെ കാണിച്ചതിന് ശേഷം തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഓരോ ബോളും ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു തവണ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നമ്മുടെ 2 വിരലുകളുടെ ഇടയിലൂടെ ഈ മാവിനെ ഒന്ന് അമർത്തിയെടുക്കുമ്പോഴേക്കും കിട്ടും. അപ്പം നമ്മളിതേ 10 ഉണ്ടകളും റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഉണ്ടകൾ കൈനകത്തിട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഇതിനെ പരത്താനായിട്ട് തുടങ്ങാം. ഇപ്പോൾ വീശിയടിക്കാത്ത പൊറോട്ടയാണ്, അല്ലാതെ തന്നെ സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വലിച്ച് നീട്ടി ഒന്ന് പരത്തിയെടുക്കുക. ഷേപ്പൊന്നും വേണ്ട. ചിലപ്പോൾ ആഫ്രിക്കയുടെയും അമേരിക്കയുടെയൊക്കെ ഭൂഖണ്ഡമൊക്കെ കിട്ടും, അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട. നല്ലതുപോലെ നല്ല കനം കുറച്ച് വലിച്ച് നീട്ടി നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് കനം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ തേച്ച് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഓയിലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇനി നമ്മൾ നല്ലപോലെ ഇതുപോലെ കത്തിയെടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇലയുടെ ഒരു ഷേപ്പിൽ ഭംഗിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി ഓയിൽ തേച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടർത്തി എടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ റിബൺ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ കൂടി ഇതിന് മുകളിലേക്ക് തൂത്ത് കൊടുക്കുക. ഇനി നമുക്കിതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. നമ്മൾ പൊറോട്ട മാവ് അടിച്ചു വെക്കുന്ന സമയത്ത് കാണാറുണ്ട്, ഇതുപോലെ ചുരുട്ടി വെക്കുന്നത് കാണാറുണ്ട്. അതുപോലെ ഒന്ന് ചുരുട്ടി ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഈ എൻ്റെ ഭാഗം ഉള്ളിലേക്ക് ആക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു മാവ് എല്ലാ ബോൾസും ഇതുപോലെ ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമ്മുടെ കിടുക്കാച്ചി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി 15 മിനിറ്റുകൾക്ക് ശേഷം കുറച്ച് എണ്ണ കയ്യിൽ തൂക്കിയിട്ട് വിരലുകൾ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക.
നല്ല നൈസ്, ഒരുപാടൊന്നും നൈസാക്കണ്ട, ഒരുവിധം കട്ടിയിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എളുപ്പത്തിൽ പരത്തി കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചൂടുള്ള തവയിലിട്ട് ചുട്ടെടുക്കാം. ഇങ്ങനെ തവയിലേക്ക് ഇട്ട് കൊടുക്കുക, അതിന് മുകളിലേക്ക് കുറച്ച് ഓയിലിട്ട് കൊടുക്കുക, തിരിച്ചും മറിച്ചും മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇനി അടുത്തതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. അതിനുശേഷം ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ 10 പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ചൂടാറുന്നതിന് മുമ്പ് പൊറോട്ടകളെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നല്ല ഇതളായിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമ്മുടെ പൊറോട്ട നല്ല ഇതളായിട്ട് കിട്ടിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്നത് പോലുള്ള സൂപ്പറായിട്ടുള്ള പൊറോട്ട. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി പൊറോട്ട റെഡി ആയിട്ടുണ്ട്, ബീഫും റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ളത് കഴിക്കുക എന്നുള്ള ദൗത്യമാണ്. അപ്പം ഞാൻ എന്തായാലും ചൂടാറുന്നതിന് മുമ്പ് ബീഫും പൊറോട്ടയും കഴിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ബീഫും പൊറോട്ടയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും അല്ലെങ്കിൽ കുടുംബക്കാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. കൂട്ടത്തിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ താങ്ക് യു.